ഓക്കെ. നമ്മൾ മെയിൻ ആയിട്ട് നമ്മൾ വെയിറ്റ് പ്രോഗ്രാമിലോട്ട് വരുന്നത് ഞാൻ പറഞ്ഞല്ലോ ഏകദേശം 80% 90% ആൾക്കാർ വരുന്നത് ഫസ്റ്റ് വൺ എക്സസ് വെയിറ്റ് ആയിരിക്കും അവര്. സെക്കൻഡ് വൺ എക്സസ് ഫാറ്റ് ആയിരിക്കും. തേർഡ് വൺ എക്സസ് BMI ആയിരിക്കും. ഈ ഒരു മൂന്ന് കണ്ടീഷൻ അതായത് ഒബീസിറ്റി ആയിട്ടാണ് വരുന്നത്. അപ്പൊ അവരെ ബോഡി ചെക്കപ്പ് ചെയ്യുമ്പോഴത്തേക്കും ഓൾമോസ്റ്റ് ഈ സാധനം എല്ലാം കൂടുതലായിരിക്കും. ഇനി നിങ്ങൾ മിക്കപ്പോഴും ഹെൽത്ത് കണ്ടീഷൻ ആയിട്ട് വന്നു കഴിഞ്ഞാലും നിങ്ങൾക്ക് എപ്പോഴും തന്നെ ഒരു പ്രോഗ്രാമിൽ വരുന്ന ആൾക്കാർക്ക് എല്ലാം തന്നെ ഈ ഒരു മൂന്ന് കാര്യങ്ങൾ കൂടുതലായിരിക്കും. വളരെ ചെറിയ കുറച്ച് ആൾക്കാർക്ക് മാത്രമാണ് ഇതൊക്കെ അണ്ടറിലോട്ട് വരത്തുള്ളൂ. എക്സസ് വെയിറ്റ് എക്സസ് ആവാൻ പാടില്ല, ഫാറ്റ് എക്സസ് ആവാൻ പാടില്ല, BMI എക്സസ് ആവാൻ പാടില്ല. എത്രയാണോ നമുക്ക് വേണ്ടത് അത് കൃത്യമായിട്ട് ഫോളോ ചെയ്താൽ മാത്രമാണ് നമുക്ക് ഹെൽത്തി ആയിട്ട് മുന്നോട്ട് ട്രാവൽ ചെയ്യാൻ പറ്റത്തുള്ളൂ. നമ്മുടെ ശരീരത്തിൽ കൂടിയാലും കുറഞ്ഞാലും നമുക്ക് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാകും. കാര്യം നമ്മുടെ ശരീരത്തിന് വേണ്ട ഓരോ മെഷർമെന്റ്സ് ഉണ്ട്. ആ മെഷർമെന്റ്സ് കൃത്യമായി വെച്ചാൽ മാത്രമാണ് ആരോഗ്യത്തോടെ മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. പ്രത്യേകം ശ്രദ്ധിക്കണം, ആരോഗ്യത്തോടെ. നിങ്ങൾക്ക് ആരോഗ്യത്തോടെ മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് നമ്മുടെ ന്യൂട്രീഷൻ പ്രോഗ്രാം ചെയ്യണം. ഇനി അതല്ല നിങ്ങൾക്ക് എങ്ങനെയെങ്കിലും പോയാൽ മതിയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടം പോലെ ചെയ്യാം. ആരോഗ്യത്തോടെ പോകണമെന്നുണ്ടെങ്കിൽ കോച്ച് പറഞ്ഞ രീതി കറക്റ്റായിട്ട് ചെയ്താൽ മാത്രമാണ് നല്ല ആരോഗ്യം കിട്ടത്തുള്ളൂ. അപ്പോൾ ഓൾറെഡി നമ്മൾ ഇത്രയും ശരീരം എക്സസ് ആയിട്ടായിരിക്കും വരുന്നത്. ശരീരം എക്സസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാലോ, നമ്മുടെ ഈറ്റിംഗ് ഹാബിറ്റ് റോങ് ആയിരിക്കും, നമ്മുടെ ലൈഫ് സ്റ്റൈൽ റോങ് ആയിരിക്കും. ഇതെല്ലാം റോങ് ആയിട്ട് ആകപ്പാടെ ഒരു അവസ്ഥയിലേക്ക് നമ്മളോട് വരുന്നത്. ഇനി നമ്മുടെ പ്രോഗ്രാം എന്ന് പറയുവാണെങ്കിൽ ഇതിനകത്ത് എന്തൊക്കെയാണ് ഉൾപ്പെട്ടിട്ടുള്ളത് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ പ്രോഗ്രാം ക്ലീനിങ് പ്രോസസ്സാണ്. നമ്മുടെ ടോട്ടൽ ബോഡിനെ ക്ലീൻ ചെയ്യുന്ന പ്രോസസ്സാണ്. അതല്ലാതെ വെയിറ്റ് കുറയ്ക്കാനുള്ള ഒരു പൊടിയല്ല നമ്മൾ കൊടുക്കുന്നത്. വെയിറ്റ് കൂട്ടാനുള്ള ഒരു പൗഡർ അല്ല കൊടുക്കുന്നത്. നമ്മുടെ വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്യാനോ ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യാനോ അതിനൊന്നും ഉള്ള ഒരു പൗഡർ അല്ല കൊടുക്കണം. നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ചെയ്യുന്ന പരിപാടി നമ്മുടെ ശരീരം ക്ലീനിങ് ആണ്. നമ്മുടെ അഴുക്കെല്ലാം വന്ന് അടിഞ്ഞ് വെയിറ്റ് ഫാറ്റ് BMI ഇതെല്ലാം എക്സസൈസ് വന്നതിന് ശേഷം നമ്മളുടെ പ്രോഗ്രാം വരുമ്പോൾ ഫസ്റ്റ് നമ്മുടെ ബോഡി നമ്മൾ ക്ലീനിങ് ആണ് ചെയ്യണത്. ക്ലീനിങ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഓരോ കാര്യങ്ങൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ചെയ്യുന്നുണ്ട്. ആ കാര്യങ്ങൾ ചെയ്ത് ക്ലീനിങ് ഒക്കെ കംപ്ലീറ്റ് ആയാൽ മാത്രമാണ് നമ്മുടെ സെൽസ് എല്ലാം റീജനറേറ്റ് ആകത്തുള്ളൂ, നമ്മുടെ ഹെൽത്തിനെ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ അത് കറക്റ്റായിട്ട് ചെയ്യുക. ഈ ഒരു കാര്യം എപ്പോഴും ഓർത്തിരിക്കണം, ക്ലീനിങ് ആണ് നമ്മൾ ചെയ്യുന്നത്. ക്ലീനിങ് ടൈമിൽ നല്ലത് മാത്രം കൊടുക്കുക, നല്ലത് മാത്രം ഫോളോ ചെയ്യുക. നിങ്ങൾ മോശപ്പെട്ട് ശരീരം ഡയറ്റി ആയിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. ആ സമയത്ത് നമ്മുടെ ശരീരത്തിന് ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ബാഡ് കാലറി, ഓയിലി ഫുഡ്സ്, ഫാറ്റി ഫുഡ്സ്, അതുപോലെ തന്നെ അൺഈവൻ ആയിട്ടുള്ള ബാഡ് കാലറീസ്, പ്രോസസ്ഡ് ഫുഡ് ഇതെല്ലാം കൊടുത്ത് ഇവിടെ ഡയറ്റി ആയിട്ട് വന്നു. ഇവിടെ നമ്മൾ വന്നിട്ട് ക്ലീനിങ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുവാണ്. സെക്കൻഡ് വൺ വെയിറ്റ് മാനേജ്മെന്റ് ആണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, വെയിറ്റ് ലോസോ വെയിറ്റ് ഗെയിനോ വെയിറ്റ് മെയിൻറ്റെയിനോ അല്ല ഹെർബാലൈഫ് ന്യൂട്രീഷൻ കമ്പനി പ്രൊവൈഡ് ചെയ്യണത് വെയിറ്റ് മാനേജ്മെന്റ് ആണ്. നിങ്ങൾക്ക് എത്ര വെയിറ്റ് കൂടുതലുണ്ടോ അതിനെ കുറച്ച് നോർമൽ എത്തിക്കുക, എത്ര വെയിറ്റ് കുറവുണ്ടോ അതിനെ കൂട്ടി നോർമൽ എത്തിക്കുക. നിങ്ങൾക്ക് വെയിറ്റ് എത്രയാണ് വേണ്ടത് അതിനെ മെയിൻറ്റെയിൻ ചെയ്ത് മുന്നോട്ട് പോകുക. വെയിറ്റ് മാനേജ്മെന്റ് ആണ് നമ്മളോട് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ ഫാറ്റ് ലോസ്. ഇപ്പോൾ ഓൾറെഡി പറഞ്ഞു എക്സസ് ആയിട്ടുള്ള ഫാറ്റ് ആയിട്ടാണ് നമ്മൾ വരുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ കൃത്യമായിട്ട് ഫാറ്റ് ലോസ് ചെയ്യണം. ഇപ്പൊ നമ്മൾ നോർമൽ ഡയറ്റ് എടുക്കുമ്പോൾ നമ്മുടെ വെയിറ്റ് കുറയും. നോർമൽ ഡയറ്റ് എന്ന് പറഞ്ഞാൽ ചില ആൾക്കാർ ചോറ് കട്ട് ചെയ്യും, ഭക്ഷണം പൂർണ്ണമായിട്ട് കട്ട് ചെയ്യും, അതുപോലെ തന്നെ ഒരുപാട് ഹെവി വർക്കൗട്ട്സ് ചെയ്യും. ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വെയിറ്റ് കുറയും. പക്ഷേ ആ ഒരു വർക്കൗട്ടും ആ ഒരു കഷ്ടപ്പാട് നിർത്തി കഴിയുമ്പോൾ നെക്സ്റ്റ് ഡേ തൊട്ട് നമുക്ക് വെയിറ്റ് ഗെയിൻ ആവും. അതിന്റെ മെയിൻ കാരണം നമ്മളവിടെ ഫാറ്റ് ചെക്ക് ചെയ്യുന്നില്ല. ബോഡി ഫാറ്റ് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടെ നമ്മൾ വെയിറ്റ് മാനേജിനോടൊപ്പം തന്നെ നിങ്ങളുടെ ഫാറ്റ് ലോസും കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് നോക്കുവാണെങ്കിൽ ബാലൻസ്ഡ് ന്യൂട്രീഷൻ. വെയിറ്റ് കുറയ്ക്കാനായിട്ട് പല പല മെത്തേഡുകളുണ്ട്. പട്ടിണി കിടക്കാം, ഓടാം, ചാടാം, തലകുത്തി മറിയാം. പക്ഷേ കൃത്യമായിട്ട് ബാലൻസ്ഡ് ന്യൂട്രീഷൻ ഫോളോ ചെയ്താൽ മാത്രമാണ്, ബാലൻസ്ഡ് ഡയറ്റ് ഫോളോ ചെയ്താൽ മാത്രമാണ് ഹെൽത്തി ആയിട്ട് വെയിറ്റ് ലോസ് നടക്കത്തുള്ളൂ. ആ ഒരു ഫോർമാറ്റ് നമ്മൾ ന്യൂട്രീഷൻ പ്രോഗ്രാമിൽ കൃത്യമായിട്ട് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഇനി വർക്കൗട്ട്സ്. വെയിറ്റ് ലോസ് ചെയ്യുന്ന സമയത്ത് ഡയറ്റ് മാത്രം പോരാ, പ്രോപ്പർ ആയിട്ടുള്ള വർക്കൗട്ടും വേണം. വർക്കൗട്ട് വെയിറ്റ് ലോസ് ചെയ്യേണ്ടതെന്നല്ല, ഹെർബൽ ലൈഫ് ന്യൂട്രീഷൻ ചെയ്യുന്നതല്ല, നമുക്ക് ഡെയിലി ബേസിൽ വർക്കൗട്ട് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അത് നമ്മുടെ ഹെൽത്തിന് വേണ്ടിയിട്ടാണ്, നമ്മുടെ ആരോഗ്യം നിലനിർത്താൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് നിങ്ങൾ വെയിറ്റ് ലോസ് ചെയ്താലും വെയിറ്റ് ലോസ് ചെയ്തില്ലെങ്കിലും ഡെയിലി ഒരു 45 മിനിറ്റ് വർക്കൗട്ട് ചെയ്യേണ്ടത് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ന്യൂട്രീഷൻ പ്രോഗ്രാം ചെയ്യുന്ന സമയത്ത് വർക്കൗട്ട് നിങ്ങൾക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ബോണസ് ആയിട്ട് ഒരുപാട് റിസൾട്ട് ലഭിക്കുന്നതാണ്. നെക്സ്റ്റ് വൺ നോക്കുവാണെങ്കിൽ കാലറി മാനേജ്മെന്റ്. നിങ്ങളുടെ കാലറീനാണ് ഇവിടെ മാനേജ് ചെയ്യണത്. ന്യൂട്രീഷൻ പ്രോഡക്ട്സ് യൂസ് ചെയ്തുകൊണ്ട് മാത്രം ഇവിടെ വെയിറ്റ് ലോസോ കാര്യങ്ങളൊന്നും നടക്കത്തില്ല, ഹെൽത്ത് ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാകത്തില്ല, ഫാറ്റ് ലോസ് നടക്കത്തില്ല. നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിങ്ങളുടെ കാലറി, നിങ്ങൾക്ക് എത്രയാണ് ഒരു ദിവസം വേണ്ട കാലറി, അതിനെ കൃത്യമായിട്ട് മാനേജ് ചെയ്യാൻ മാത്രമാണ് നിങ്ങൾക്ക് വേണ്ട റിസൾട്ട് നിങ്ങൾക്ക് കൃത്യമായിട്ട് ലഭിക്കത്തുള്ളൂ. നെക്സ്റ്റ് നോക്കുവാണെങ്കിൽ ഗുഡ് ന്യൂട്രീഷൻ. നമുക്ക് ഇന്നത്തെ നമ്മുടെ കാലഘട്ടത്ത് നമ്മുടെ ഒരു ഫുഡ് ഹാബിറ്റിൽ നമുക്ക് കിട്ടാത്ത സാധനമാണ് ഗുഡ് ന്യൂട്രീഷൻ. അതായത് എല്ലാം പ്രിസർവേറ്റീവ്സ് ചേർന്ന ഭക്ഷണങ്ങളാണ് നമുക്ക് കിട്ടുന്നത്. കടയിൽ നിന്ന് വാങ്ങുന്നതാണെങ്കിലും എവിടെയാണെങ്കിലും എല്ലായിടത്തും കെമിക്കൽ, എല്ലാവരും പെസ്റ്റിസൈഡ്സ്, എല്ലായിടത്തും പ്രിസർവേറ്റീവ്സ്. പക്ഷെ നമുക്ക് നല്ലൊരു ഭക്ഷണം കഴിച്ചാൽ മാത്രമാണ് നമ്മുടെ ഹെൽത്തിനെ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ, നമുക്ക് നല്ല ഹെൽത്തി ആയിട്ട് ഒരു ഹോസ്പിറ്റലിൽ ട്രാവൽ ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഗുഡ് ന്യൂട്രീഷൻ ആണ് ഹെർബൽ ലൈഫ് ന്യൂട്രീഷൻ കമ്പനി നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇവിടെ ഗുഡ് ന്യൂട്രീഷൻ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് ഫോളോ അപ്പ്.
ഫോളോ അപ്പ് ആണ് ഈ പ്രോഗ്രാമിന്റെ വെരി വെരി ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ. നിങ്ങൾ ഇതെല്ലാം തോന്നിയ രീതിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും നിങ്ങൾക്ക് റിസൾട്ട് ലഭിക്കത്തില്ല. കൃത്യമായിട്ട് ഡെയിലി ബേസിൽ ഫോളോ അപ്പ് ചെയ്താൽ മാത്രമാണ് റിസൾട്ട് ലഭിക്കത്തുള്ളൂ. അത് കോച്ച് പറയുന്നത് പോലെ കൃത്യമായിട്ട് ചെയ്യണം. അതല്ലാതെ സ്വന്തം ഇഷ്ടപ്രകാരം ചെയ്യരുത്. നിങ്ങൾക്ക് പ്രൊഡക്റ്റ് 50% കിട്ടുന്ന സമയത്ത് നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. അതുവരെ നിങ്ങളുടെ കോച്ച് പറയുന്ന രീതിക്കാണ് നിങ്ങൾ പ്രോഗ്രാം ചെയ്യേണ്ടത്. നെക്സ്റ്റ് നോക്കുവാണെങ്കിൽ കൺസിസ്റ്റൻസി. കൺസിസ്റ്റൻസി വെരി വെരി ഇമ്പോർട്ടൻ്റ്. ഒരു വെയിറ്റ് ലോസ് ആണെങ്കിൽ സ്റ്റാർട്ട് ചെയ്ത് എൻഡ് ചെയ്യുന്നവരെ കൺസിസ്റ്റൻസി കറക്റ്റ് ആണ്. നിങ്ങൾ ഒരു 5 ദിവസം ചെയ്തു, 6-ാമത്തെ ദിവസം തെറ്റിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും വേസ്റ്റേജ് ആയിപ്പോയി. അപ്പോൾ കൃത്യമായിട്ട് ആ ഒരു ക്ലീനിങ് പ്രോസസ്സിൽ ആ ഒരു പ്രോഗ്രാം ചെയ്യുന്ന സമയത്ത് കൃത്യമായിട്ട് ഫോളോ ചെയ്താൽ മാത്രമാണ് നല്ല റിസൾട്ട് ലഭിക്കത്തുള്ളൂ. എന്ത് റിസൾട്ട് ആയിക്കോട്ടെ, വെയിറ്റ് ലോസോ വെയിറ്റ് ഗെയിനോ വെയിറ്റ് മെയിൻറ്റെയിനോ ഹെൽത്ത് ഇംപ്രൂവ്മെന്റ് എന്തായിക്കോട്ടെ, കൃത്യമായിട്ട് കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്താൽ മാത്രമാണ് നമുക്ക് നല്ല റിസൾട്ട് നമ്മുടെ പ്രോഗ്രാമിൽ കൂടെ ലഭിക്കത്തുള്ളൂ. ഇനി വെയിറ്റ് ലോസ് ചെയ്യാനാകുമ്പോൾ വെയിറ്റ് ലോസ് ചെയ്യുന്ന ഒരു ഫോർമാറ്റിൽ വെരി വെരി ഇമ്പോർട്ടൻറ്റ് നമ്മുടെ ഡയറ്റാണ്. 80% നമ്മുടെ ഡയറ്റാണ്. നമ്മുടെ ഉള്ളിലോട്ട് എന്ത് ഭക്ഷണം കൊടുക്കുന്നു അതാണ് നമ്മുടെ 80% റിസൾട്ട് എന്ന് പറയുന്നത്. ബാക്കി 20% നമ്മുടെ വർക്കൗട്ട്. വർക്കൗട്ടും വേണം, ഡയറ്റും വേണം. അതിൻ്റെ അകത്ത് വെരി വെരി ഇമ്പോർട്ടൻറ്റ് നമ്മുടെ ഉള്ളിലോട്ട് കൊടുക്കുന്ന ഇൻപുട്ട് കറക്റ്റായാൽ മാത്രമാണ് ഔട്ട്പുട്ട് കറക്റ്റായിട്ട് വരത്തുള്ളൂ, നമ്മുടെ റിസൾട്ട് കറക്റ്റായിട്ട് വരത്തുള്ളൂ. അതിനെ ബോണസ് ആയിട്ട് അതിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വർക്കൗട്ട് ചെയ്യണത്. ഹെൽത്തി ആയിട്ടിരിക്കണം, ഹാപ്പി ആയിട്ടിരിക്കണം. അതിന് വർക്കൗട്ട് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് കൃത്യമായിട്ട് അഴിമതികളില്ലാതെ കോച്ച് പറയുന്ന രീതിക്ക് കറക്റ്റായിട്ട് പ്രൊഡക്റ്റ് യൂസ് ചെയ്ത് കറക്റ്റായിട്ട് ഫോളോ അപ്പ് ചെയ്ത് ഫാസ്റ്റായിട്ട് റിസൾട്ട് എടുക്കുക. ഹെൽത്തി ആയിട്ട് ഹാപ്പി ആയിട്ട് മുന്നോട്ട് ട്രാവൽ ചെയ്യുക. ഓക്കെ, താങ്ക് യു.